എല്ലാവർക്കും ലീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 5 സവാള എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതിന് വേണ്ടിയിട്ട് സവാള അരിയാണ്. അതിലേക്ക് 4 പച്ചമുളകും കൂടെ അരിഞ്ഞിടാം. എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി നമുക്ക് പരുവത്തിന് ചതച്ചെടുത്തിട്ടുണ്ട്. വിറകടുപ്പിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകുമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തീ നല്ലതുപോലെ കത്തുന്നുണ്ട്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിടുന്നത് പെട്ടെന്ന് ഉള്ളി വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായി വാടി വരട്ടെ. ബീഫ് നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി ഒന്ന് വാടി വന്നാൽ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കറി വെച്ചുകൊണ്ടിരുന്നപ്പോൾ പൂച്ചകൾ കിടന്ന് കരഞ്ഞ് അങ്ങനെ 2 മീൻ അവർക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ മക്കളാണ്. ഇനി അതിൻ്റെ മസാലക്കൂട്ട് നമുക്ക് എടുത്ത് വെക്കാം. രണ്ട് സ്പൂണ് മല്ലിപ്പൊടി, 2.5 സ്പൂണ് മുളക് പൊടി, പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി. ഉള്ളി നല്ലപോലെ വാടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. വെള്ളം ഇച്ചിരിയേ ഒഴിച്ചിട്ടുള്ളൂ, കാരണം ഇനിയിപ്പോൾ ഇറച്ചിയിട്ട് കൊടുക്കുമ്പോൾ അതിലെ വെള്ളം ഊറി വരും. അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വെള്ളം വേണ്ട, ഇതിൻ്റെ വെള്ളം തന്നെ കിടന്ന് വെന്തോളും.
നല്ല ബീഫ് കറിയുടെ മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വാങ്ങി വെക്കാം. നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ല മണം വരുന്നുണ്ട്. നമ്മൾ ഇതിനോട് ഇനി ഒരു കപ്പ വേവിച്ചതാണ്, നല്ല നാടൻ കപ്പ. അതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ.